അടുത്തത് മൂന്നാമത്തെ നമ്മൾ കെമിക്കൽസ് ഫ്രം സോൾട്ട് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോൾട്ട് എന്ന് പറയുമ്പോൾ NaCl നമ്മൾ എടുത്ത് NaCl നിന്ന് എന്തൊക്കെ കെമിക്കൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു, ഇലക്ട്രോലിസിസ് വഴി. അതേപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ക്ലോറിൻ വെച്ചിട്ട് നമ്മൾ അത് കാൽസ്യം സ്ലേക്കഡ് ലൈമുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആണ് അടുത്ത കെമിക്കൽ ഉണ്ടാകുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ കെമിക്കൽ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഹെഡിങ് എഴുതിക്കോളൂ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ അത് NaHCO3 ആണ്. ബേക്കിംഗ് സോഡ NaHCO3. ഈ ബേക്കിംഗ് സോഡ നമ്മൾ ഓൾറെഡി നമ്മൾ പറയാം, നമുക്ക് NaHCO3 എന്താണെന്നുള്ള കാര്യം അറിയില്ല. HCO3 ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ ബൈ കാർബണേറ്റ് എന്ന് പറയും. ഒന്നെങ്കിൽ ഈ ബേക്കിംഗ് സോഡയെ നമ്മൾ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് എന്നോ പറയും. അതൊന്ന് മെൻഷൻ ചെയ്തേക്കണം, ഒരു ഡോട്ട് ഇട്ടിട്ട്. ഓൾസോ നോൺ ആസ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് sodium hydrogen carbonate or sodium bicarbonate. അടുത്ത ഡോട്ട് it is commonly used in kitchen for making tasty or crispy pakoras. crispy pakoras. അതായത് നമ്മൾ ഈ വറുത്ത ഐറ്റങ്ങളിനകത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടും, ഒരു ചെറിയ ടേസ്റ്റും കിട്ടും അതിന്. ഓക്കെ ആണല്ലോ. ഇനി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്താ അറിയോ, നമുക്ക് NaCl നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. NaCl എടുക്കുന്നു, അതിനകത്ത് വാട്ടർ കുറച്ച് ഡിസോൾവ് ചെയ്യുന്നു, അതിനകത്തൂടെ കാർബൺ ഡൈ ഓക്സൈഡും പാസ് ചെയ്യുന്നു, അമോണിയ ഗ്യാസും പാസ് ചെയ്താൽ NH3 പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ രണ്ടാൾക്കാരുണ്ടാവും. ഒന്ന് NH4Cl അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടും ഒന്ന് NaCO3 എന്ന് പറയുന്ന സോൾട്ടും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇത് അമോണിയം ക്ലോറൈഡ് അതേപോലെ തന്നെ എന്താ ഇത് ബേക്കിംഗ് സോഡ. ഇതൊക്കെ കാണാൻ പഠിക്കണം. എന്നോട് ചോദിക്കല്ലേ ഇത് എങ്ങനെയാണ് കമ്പൈൻ ചെയ്തത്, ഏത് അയോണും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു എലമെന്ററി റിയാക്ഷൻ ആണ് പറഞ്ഞത്. എലമെന്ററി എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ അല്ല, അപ്പൊ കുറെ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. അങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്. ചില റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു റിയാക്ഷൻ ആണിത്. NaCl നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. അത് NaCl എടുക്കുന്നു, കുറച്ച് വെള്ളം ഒഴിക്കുന്നു, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്താ പാസ് ചെയ്യുന്നു, കുറച്ച് അമോണിയം ഗ്യാസ് അതിനകത്തോട് പാസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയം ഗേഷ്യസ് നേച്ചറാണ്, ഗേഷ്യസ്. അപ്പൊ അതുവഴി പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, NH4Cl ഉം NaHCO3 ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ബേക്കിംഗ് സോഡ. അതിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് it consists of white crystals which are sparingly soluble in water. അടുത്തത് it is a mild and non-corrosive base. അടുത്തത് ഇതിന്റെ അകത്തൊരു ഇതുണ്ട്. ഇതിന്റെ ഈ ബേക്കറിയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒരു കഴിവുണ്ട്. ആ കഴിവ് കാരണമാണ് ഇതിനെ നമ്മൾ ബേക്കറിയിലൊക്കെ യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയാമോ? ഈ NaHCO3 ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരും. അതായത് ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബന്നൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബന്നൊക്കെ ഒത്തിരി ഫ്ലഫിയും സ്പോഞ്ചി അല്ലേ? നിങ്ങളൊക്കെ ആണോ ശ്രേയ? ബന്നൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒത്തിരി ഫ്ലഫി അല്ലേ, സ്പോഞ്ചി അല്ലേ? ആണോ? നിങ്ങൾ ബൺ ഇങ്ങനെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കുറെ സുഷിരങ്ങൾ കാണാൻ പറ്റും. ആണോ?
കുറെ ഹോൾസ് കാണാൻ പറ്റും, ആണോ? ആ ഹോൾസ് ഉള്ളതുകൊണ്ടാണ്, അതിന്റെ എയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ എന്താണ് അത് അങ്ങ് ഫ്ലഫി അല്ലെങ്കിൽ അതങ്ങ് സ്പോഞ്ചി ആയി പോകുന്നത്. അപ്പൊ ആ എയർ ഗ്യാപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയോ? നമ്മൾ ഈ ബൻ ഉണ്ടാക്കുന്ന മാവ്, അതായത് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെയാണ് ബന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ കുഴച്ചു വെക്കുമ്പോൾ അതിനകത്ത് സ്പേസ് വല്ലതും ഉണ്ടോ? ഉണ്ടോ ശ്രേയ? ഇല്ല. ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുളയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പേസ് പോലും ഇല്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇത് നേരെ ചെയ്തിട്ട് ഇതിപ്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചപ്പാത്തി മാവ് പോലെ ആക്കിയിട്ട് അതിന്റെ ഡോ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിനെ ബേക്ക് ചെയ്യും. ബേക്ക് ചെയ്യുമ്പോൾ ഇത്ര ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതായത് NaHCO3 അതിനകത്തുണ്ട്. അത് ഹീറ്റ് ആകുമ്പോൾ അത് എന്ത് ചെയ്യുന്ന അറിയാമോ? അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആ മാവിനകത്തുനിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പുറത്ത് പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ രക്ഷപ്പെട്ട് പുറത്ത് പോകാൻ വേണ്ടി അതെന്ത് ചെയ്യും, പെതുക്കെ പെതുക്കെ വഴികൾ ഉണ്ടാക്കും. ആ വഴികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ന് മുറിക്കുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ. അതങ്ങനെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് പോകും. ഇപ്പൊ അപ്പമാവ് പൊളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇടും. നിങ്ങൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേ കുറെ ഹോൾസ് കാണാമല്ലോ. അതെങ്ങനെ ഹോൾ ഉണ്ടാകുന്ന ചോദിച്ചാൽ, ഇത് ചൂടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ കൂടി ഇങ്ങനെ വന്നിട്ട് എവിടെ കൂടെ അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ, ബബിൾസ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യും, പുറത്തോട്ട് രക്ഷപ്പെട്ടു പോകും. ആ പോകുന്ന വഴികളൊക്കെ എന്ത് ചെയ്യും, ചൂടാകുന്ന സമയത്ത് അതങ്ങ് സോളിഡ് ആയിട്ട് മാറും. പോകുന്ന വഴികളിലൊക്കെ ഹോള് എക്സിസ്റ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോൾ ആ ഹോളിൽ എയർ സ്പേസ് ഉണ്ടാവും, ഞെക്കുമ്പോൾ അത് ഞെങ്ങുള്ളൂ. മനസ്സിലായോ? സ്പോഞ്ചിനെസ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അതാണ് നമ്മുടെ എന്താണ് ബേക്കിംഗ് പൗഡർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബേക്കറിയിലും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പമാവിനകത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലമാണ് അവിടെ എന്താണ് അതിനൊരു സ്പോഞ്ചിനെസ്സും അല്ലെ ഫ്ലഫിനെസ്സും ഒക്കെ വരുന്നതെന്നുള്ളത് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് ആക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് എഴുതാം. ആക്ഷൻ ഓഫ് ഹീറ്റ് ഓൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ. അപ്പൊ അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2NaHCO3 ഇതാണല്ലോ ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആരോടെ മണ്ടയ്ക്ക് ഇടുന്നത് ഒരു ട്രയാങ്കിൾ ആണ്, ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സോഡിയം കാർബണേറ്റ് Na2CO3യും പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് H2O ഉണ്ട്. ഓക്കെ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ സ്പോഞ്ചിനെസ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണക്കാരൻ. അപ്പം എബവ് റിയാക്ഷൻ gives carbon dioxide as a byproduct. When sodium bicarbonate is heated. Sodium bicarbonate is heated while cooking. When sodium while cooking, okay, this CO2 makes the cake and bread to rise അതായത് പൊന്തി വരാൻ സഹായിക്കും. making them soft and spongy. ആ ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇതിങ്ങനെ വികസിക്കുമ്പോൾ അതിനിടയ്ക്ക് ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഞെങ്ങ് കൊള്ളുന്നത്. ഓക്കെ ആണല്ലോ, അതാണ് അതിന്റെ റീസൺ.
ഓക്കെ, ഇനി നോക്കിയോ, ശരിക്കും ഈ ബേക്കിംഗ് സോഡയ്ക്ക് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ചിലർക്ക് അത് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. പക്ഷെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, അതായത് ഈ കേക്കിനകത്തൊക്കെ ബേക്കിംഗ് സോഡ ആയിട്ടല്ല ആഡ് ചെയ്യുന്നത്, ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നത്. അത് നല്ല മണം. അതെന്താണെന്നറിയോ? ബേക്കിംഗ് സോഡനെ ബേക്കിംഗ് പൗഡർ ആക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് ടാർട്ടാറിക് ആസിഡ് ഒഴിച്ചാൽ, നമ്മൾ പറഞ്ഞായിരുന്നു ടാമറിൻഡിനകത്തുള്ള ആസിഡ് ടാർട്ടാറിക് ആസിഡ് അല്ലേ? അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ബേക്കിംഗ് സോഡ പ്ലസ് ടാർട്ടാറിക് ആസിഡ് ബേക്കിംഗ് സോഡ പ്ലസ് ടാർട്ടാറിക് ആസിഡ് gives baking powder. ബേക്കിംഗ് സോഡ പ്ലസ് ടാർട്ടാറിക് ആസിഡ് gives baking powder. ഓക്കെ, അതൊന്ന് നോക്കുക. ബേക്കിംഗ് സോഡ പ്ലസ് ടാർട്ടാറിക് ആസിഡ് gives baking powder. ഇനി യൂസസ് ഓഫ് ബേക്കിംഗ് സോഡ എഴുതാൻ പോവാണ്. യൂസസ് ഓഫ് ബേക്കിംഗ് സോഡ എഴുതാൻ പോവാണ്. ഒന്നാമത്തെ യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ antacid in medicine. ആന്റാസിഡിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, അതായത് മെഡിസിനകത്ത് ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതായത് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി. വേണമെങ്കിൽ എഴുതാം ടു റിമൂവ് അസിഡിറ്റി, അസിഡിറ്റി. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബേക്കറി. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ. ഇനി നമ്മൾ ഓൾറെഡി ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോൾട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കെമിക്കൽ ആയിരുന്നു. NaCl-നകത്ത് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും NH3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സോൾട്ട് ആണ്, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് ബേക്കിംഗ് സോഡ. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, അതിന്റെ സവിശേഷതകൾ പഠിച്ചു. അതിനകത്ത് ആ കേക്ക് സ്പോഞ്ചി ആക്കാനുള്ള കാരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എങ്ങനെ കേക്കിനെയും ബ്രെഡിനെയും ഒക്കെ സ്പോഞ്ചി ആക്കുന്നു എന്നുള്ള കാരണം പ്രത്യേകം പഠിച്ചോണം. ബേക്കിംഗ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം പഠിച്ചോണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ നാലാമത്തെ കെമിക്കൽ ആയിട്ടുള്ള വാഷിംഗ് സോഡയാണ്. വാഷിംഗ് സോഡയ്ക്ക് നമ്മൾ അലക്കുകാരം എന്നൊക്കെ പറയും. Na2CO3 അലക്കുകാരം. Na2CO3 10H2O. ഒരു ഡോട്ട് ഇടണേ നിങ്ങളെ, ഡോട്ട് പ്രൊനൗൺസ് ചെയ്യത്തില്ല. Na2CO3 10H2O എന്നാണ് പറയാ. ഓക്കെ, അപ്പം ഇത് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ് ആണ് കേട്ടോ. അതായത് വേണമെങ്കിൽ എഴുതുക, ഓൾസോ നോൺ ആസ് ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ്. അതായത് നമ്മള് ഈ ബേക്കിംഗ് സോഡേനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്, Na2CO3. ശരിയല്ലേ? നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ എഴുതിയായിരുന്നു. അതായത് NaHCO3നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടാവും? അവിടെ Na2CO3 ഉണ്ടാവും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, പ്ലസ് വാട്ടറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി ഫ്ലഫി ആക്കാൻ, അങ്ങനെയാണ് നമ്മൾ ആ റിയാക്ഷൻ പറഞ്ഞത്. ഇതിൽ നിന്നുണ്ടാക്കിയ ഈ Na2CO3 ഉണ്ടല്ലോ, ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് കിടക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്യുവാണെങ്കിൽ, ക്രിസ്റ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കൽക്കണ്ടം പോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളമൊക്കെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താക്കുന്നത്, പൊടിയുപ്പാക്കി കിട്ടുന്നത്. അതൊരു പ്രോസസ്സാണ്. അപ്പൊ ഈ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഈ Na2CO3, വെള്ളവുമായിട്ട് ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഈ Na2CO3 നമ്മളെ
റീക്രിസ്റ്റലൈസ് ചെയ്തിട്ടാണ് ശരിക്കും നമുക്ക് വാഷിംഗ് സോഡ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം അത് നോക്കിക്കോളൂ, ഇങ്ങനെ എഴുതാം, ഡോട്ട് ഇട്ടിട്ട് എഴുതാം. സോഡിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, obtained from heating baking soda after recrystallization gives washing soda. ഈ 10H2 എന്ന് പറഞ്ഞ അതെന്താ പറയുക, കൽക്കണ്ടം പോലെ കിടക്കുന്നത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആയി പറയുക കേട്ടോ. ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സോൾട്ടുകളെല്ലാം അതിനകത്ത് ഈ വാട്ടർ മോളിക്യൂൾസ് ക്രിസ്റ്റൽ ഫോമിൽ ഉണ്ടാവും. അങ്ങനെയാണ്, അങ്ങനെ കരുതിയാൽ മതി തൽക്കാലത്തേക്ക്. നിങ്ങൾക്ക് ഇത് അടുത്ത വർഷങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം റീക്രിസ്റ്റലൈസേഷൻ gives വാഷിംഗ് സോഡ. അപ്പം അതിനെ വേണമെങ്കിൽ എന്താ അതിന്റെ കംപ്ലീറ്റ് റിയാക്ഷന്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം sodium chloride NaCl in following step. In following three steps. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് NaCl പ്ലസ് H2O പ്ലസ് CO2 പ്ലസ് NH3. ഇത് എന്തുണ്ടാക്കുന്നതായിരുന്നു? ഇത് നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് ആയിരുന്നു. NH4Cl പ്ലസ് എത്രയാ? NaHCO3 ഇല്ലേ? ആദ്യം NaHCO3 ഉണ്ടാക്കണം. അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് സോഡിയം കാർബണേറ്റ് ഉണ്ടാകുന്നത്. അതിനെ റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും എന്തുണ്ടാകുന്നത്? ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റ്, അതായത് വാഷിംഗ് സോഡ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തെ റിയാക്ഷൻ എന്താ? ഇതിൽ നിന്ന് കിട്ടിയ NaHCO3നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു? Na2CO3 പ്ലസ് CO2 പ്ലസ് H2O. ഇതും നമ്മൾ അവിടെ പഠിച്ചാണ്. ഓക്കെ. ഇനി എന്താണെന്നറിയാമോ? തേർഡ് സ്റ്റെപ്പില് Na2CO3 പ്ലസ് 10H2O. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കണ്ടോ, ഇങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്യുവാണ്. അപ്പം Na2CO3 10H2O. ഓക്കെ. ഇവന്റെ പേര് ശരിക്കും പറഞ്ഞാൽ സോഡിയം, ഇവനാണ് നമ്മുടെ ആര്, വാഷിംഗ് സോഡ എന്ന് പറഞ്ഞ ഇവനാണ്. പക്ഷെ അവന്റെ വേറെ പേര് തന്നെ ഇങ്ങനെയാണ്, സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. 10 ഡെക്കാഹൈഡ്രേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറയും. ഇനി വേറൊരു കാര്യം, ഈ Na2CO3 ഇല്ലേ, ഇവനെ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സോഡ ആഷ് എന്ന് വേണേലും പറയാം. ഓർത്ത് വെച്ചോണം, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ഇവിടെ ഈ ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റിനകത്ത് എത്ര വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കത്തേ ഇല്ല, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ആ ഹൈഡ്രേറ്റഡ് മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, അതാണ് അതിന്റെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അപ്പൊ ഇവിടെ വാട്ടർ, അതും കൂടെ വേണം എഴുതിയിട്ട്, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയാൻ പറ്റി. കൂടുതലായിട്ടൊന്നും അറിയണ്ട, അത് ഇവിടെ 10 എണ്ണമാണെന്ന് എഴുതി വെച്ചാൽ 10 വാട്ടർ മോളിക്യൂൾ ഉള്ളതുകൊണ്ടാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വാഷിംഗ് സോഡ എഴുതാം. പ്രോപ്പർട്ടീസ് ഓഫ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ, പ്രോപ്പർട്ടീസ് ഓഫ് വാഷിംഗ് സോഡ. അതിനകത്ത് ഒന്നാമത്തേത്, ഇറ്റ് ഈസ് എ ട്രാൻസ്പെറന്റ് crystalline solid. It is a transparent crystalline solid. രണ്ടാമത്തേത്, it is one of the few metal carbonate which are soluble in water. അതായത് കാർബണേറ്റ് സോൾട്ട് പൊതുവെ വെള്ളത്തിൽ അലിയുന്ന സോൾട്ടുകളല്ല, പക്ഷെ അതിൽ വെള്ളത്തിൽ അലിയുന്ന സോൾബിൾ സോൾട്ട് ആണ് എന്ത് വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. അലക്കുകാരം. ഈ അലക്കുകാരം എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങളുടെ ഡിറ്റർജൻസിനകത്തൊക്കെ ഇങ്ങനെ തരി പോലെ കിടക്കുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അലക്കുകാരം എന്ന് പറയുന്നത്. അതിനകത്ത് അലക്കുകാരം ഉണ്ട്, ഡിറ്റർജൻസിനകത്ത് അലക്കുകാരം ഉണ്ടാവും. അതേപോലെ തന്നെ the solution of washing soda in water. അതായത് വാഷിംഗ് സോഡ എടുത്തിട്ട് വാട്ടറിൽ കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലൈൻ നേച്ചർ ഈസ് ആൽക്കലൈൻ, ബേസിക് ആയിട്ട് ആൽക്കലൈൻ which turns red litmus to blue. It has detergent property. അടുത്തത്, it is a basic salt. അതേപോലെ തന്നെ യൂസസ് ഓഫ് വാഷിംഗ് സോഡ, അതാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. യൂസസ് ഓഫ് വാഷിംഗ് സോഡ. It is used as a cleaning agent. It is used for removing permanent hardness of water. നമുക്കറിയാം, അതായത് നമ്മുടെ ഈ കുഴൽക്കിണറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴൽക്കിണറിന്റെ വെള്ളത്തിന് ഈ കിണറ്റിലെ വെള്ളം പോലെയല്ല, കുറച്ച് കട്ടിയുണ്ട്, ഹാർഡ്നെസ് എന്നാ പറയാം. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒത്തിരി അണ്ടർഗ്രൗണ്ടിലൊക്കെ ഒത്തിരി വെയിലൊന്നും കൊള്ളാതെ കിടക്കുന്നതല്ലേ, അതുകൊണ്ട് അതിനകത്ത് ഡിസോൾഡ് സോൾട്ടിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. കാൽസ്യം പോലെയുള്ള ഡിസോൾഡ് സോൾട്ടിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇത് വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കുഴൽക്കിണറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു വല്ലാത്തൊരു ഒരു കവർപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പം അത് സോപ്പ് അതിനകത്ത് പതയത്തില്ല. ഈവൻ നമ്മൾ കുടിക്കാൻ ശ്രമിച്ചാലും സോപ്പ് നന്നായിട്ട് പതയത്തില്ല, നനയ്ക്കാൻ ശ്രമിച്ചാലും സോപ്പ് നന്നായിട്ട് പതയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഹാർഡ് വാട്ടറിന്റെ പെർമനന്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഷിംഗ് സോഡ ഉപയോഗിക്കും. അതായത് ടാങ്കിനകത്തൊക്കെ കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് നമ്മൾ എടുത്ത്, അതായത് നനയ്ക്കാൻ ഉപയോഗിക്കുന്നതിനകത്തൊക്കെ നമ്മൾ കുറച്ച് എന്ത് ചെയ്യും, നമ്മൾ വാഷിംഗ് സോഡ ആക്കി ഇട്ടിട്ട് അതിനെ എന്ത് ചെയ്യും, അതിന്റെ ഹാർഡ്നെസ് മാറ്റിയെടുക്കാറുണ്ട്. അതിനുവേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ it is used in the manufacture of glass. It is used in the manufacture of glass, paper, etc.
ഇനിയും നമ്മൾ അടുത്തത് നമ്മുടെ ലാസ്റ്റ് സോൾട്ട് ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് കെമിക്കൽ കോമ്പൗണ്ട് ആണ് സോൾട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, NaCl നിന്ന് ഉണ്ടാക്കുന്നത്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിനെ CaSO4 ഡോട്ട് ഹാഫ് H2O ആണ്. CaSO4 ഹാഫ് H2O. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് is prepared on heating gypsum at 373 Kelvin. It loses water molecule and becomes calcium hemihydrate. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം ഹീറ്റ് ചെയ്തിട്ട്, ജിപ്സം 373 കെൽവിനിൽ ഹീറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിപ്സം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ജിപ്സത്തിനകത്തുള്ള വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 10H2O 2H2O, അങ്ങനെയുള്ളതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ലൂസ് ആയിട്ട് കാൽസ്യം ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ആ കാൽസ്യം ഹെമി ഹൈഡ്രേറ്റ് ആണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഹെമി മീൻസ് ഹാഫ് H2O, അതാണ് ഹെമി ഹൈഡ്രേറ്റ്. മറ്റേ ഡെക്ക ഹൈഡ്രേറ്റ് ആയിരുന്നു, 10 H2O ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ റിയാക്ഷൻ എഴുതുന്നത് CaSO4 2H2O. ഇതെന്ന് പറഞ്ഞ ജിപ്സമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പൊ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ റൂഫില് ജിപ്സം വർക്കുകളൊക്കെ ചെയ്യും. ജിപ്സം ബോർഡ് വെച്ചിട്ട് ലൈറ്റ് ഒക്കെ ഇടാൻ വേണ്ടി ഒരു സെറ്റ് ഫാനിന് ചുറ്റിനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അതാണ് ജിപ്സം ബോർഡുകൾ എന്ന് പറയും. ആ ജിപ്സം സാധനം തന്നെ, ആ ജിപ്സത്തിനെ നമ്മൾ 373 കെൽവിൻ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസിൽ പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാകുന്ന സമയത്ത് അത് വാട്ടർ മോളിക്യൂളിനെ ലോസ് ചെയ്യും. അതായത് CaSO4 ഹാഫ് H2O എന്നാവും. അപ്പൊ ബാക്കി ഇനി രണ്ടെണ്ണത്തിൽ അര മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി 1.5 H2O എന്ത് ചെയ്യും? അത് ലൂസ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇതാണ് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് എഴുതാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിനകത്ത് എഴുതേണ്ടത് ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ. ഇറ്റ് ഈസ് എ വൈറ്റ് പൗഡർ. രണ്ടാമത് എഴുതേണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഹാസ് very remarkable property
property of setting into hard mass on wetting with water. അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുമ്പോൾ പൊടിയാണ്. ആ പൊടിക്കകത്ത് കുറച്ച് വെള്ളം ഇടുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എലിജ ചോദിച്ച പോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കട്ടിയുള്ള ഹാർഡ് മാസ് ആയിട്ട് മാറും. ചുറ്റി വെച്ച് അടിച്ചാലും അത് പൊട്ടത്തില്ല, അത്ര ഹാർഡായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് CaSO4 half H2O അത് കുറച്ച് വെള്ളം കോരി ഒഴിക്കും. അതായത് 1.5 H2O ഒഴിക്കുമ്പോൾ അതെന്തായിട്ട് മാറും? CaSO4 2H2 ആയിട്ട് മാറും. അതായത് ജിപ്സം ആയിട്ട് മാറും. ജിപ്സം ആണ് ഹാർഡ് ആകും. ഹാർഡ് മാസ് മുതൽ ജിപ്സം നമുക്ക് അടിച്ചു പൊട്ടിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ഇത് ജിപ്സം. മറ്റേനെ നേരെ തിരിച്ച് ജിപ്സത്തിനെ ഇതാക്കുന്നത് ഇതിനെ നേരെ തിരിച്ച് എന്ത് ചെയ്യാം? ജിപ്സം ആക്കാനും പറ്റും. ജിപ്സം ഹാർഡ് മാസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഡോട്ട് ഇട്ട് എഴുതാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഷുഡ് ബി stored in a moisture proof container. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മോയ്സ്ചർ പ്രൂഫ് കണ്ടെയ്നറിനകത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള ഈർപ്പവുമായിട്ട് ചേർന്നിട്ട് അത് ഹാർഡ് മാസ് ആയിട്ട് മാറും, ജിപ്സമായിട്ട് മാറും. പിന്നീട് അതിനകത്തുനിന്ന് ആ കണ്ടെയ്നറിനകത്തുനിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? അതൊന്ന് ഇതായിപ്പോ നഷ്ടമായിപ്പോ. അടുത്തത് യൂസസ്. Plaster of Paris is used in hospitals for setting fractured bones. അതായത് പൊട്ടിയ എല്ലുകളെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി, നമുക്ക് കാൽ അനക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു തുണിയിൽ ഇങ്ങനെ തേച്ച് ഒരു ഹാർഡ് മാസ് ആയിട്ട് ആക്കി മാറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യത്തില്ല? കൃത്യം പൊസിഷനിൽ തന്നെ ഇരിക്കും, അനങ്ങത്തില്ല. ഫ്രാക്ചേർഡ് ബോൺസ് in the right position. To ensure correct healing. To ensure correct healing. അടുത്തത് used in making toys, decorative materials. നമ്മൾ ഈ പറഞ്ഞ ദൈവത്തിന്റെ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കത്തില്ല. നമ്മൾ ഈ ചില ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാതാവിന്റെയും അതേപോലെ ദേവിയുടെയും അതേപോലെയൊക്കെ ഉള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലയോ? അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടാണ്. അത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു തട്ട് തട്ടിയാൽ പൊട്ടിപ്പോകുന്നത്. അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. അതിനകത്ത് വെള്ളം ഒഴിച്ചത് കുറച്ച് ഹാർഡ് മാസ് ആക്കി എടുക്കുമ്പോഴാണ് അത് ജിപ്സമായിട്ട് മാറുന്നത്. അത് കുറച്ച് ഹാർഡാണ്. അത് നല്ലതായിട്ട് കട്ടിക്കാക്കി എടുക്കണം, എന്നാൽ മാത്രമേ അത് പൊട്ടായിരിക്കുള്ളൂ. ഇനി അതേപോലെ തന്നെ they are used as fireproofing material. They are used as fireproofing material. അടുത്തത് plaster of Paris is used in chemical laboratory for sealing air gap in apparatus
where where airtight airtight arrangement is required. Arrangement is required. അതായത് നിങ്ങൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പൊടി ഇച്ചിരി വെള്ളം കലക്കിയാൽ അത് കട്ടിയാവും. ആ കട്ടിയുള്ള ആ ഒരു മാവ് പോലൊരു സാധനം വെച്ചിട്ട് കെമിസ്ട്രി ലാബിൽ എവിടെയും എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ആ എയർ ഗ്യാപ്പ് എല്ലാം നമുക്ക് അടയ്ക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസ് എഴുതിയായിരുന്നു. ഒന്ന് ചെക്ക് ചെയ്യാമോ? ഞാൻ വിട്ടുപോയതാന്ന് തോന്നുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ അവിടെ ചെന്നിട്ട് ആ NaOH നമ്മൾ എഴുതിയിട്ടില്ലേ, അതിന്റെ അവിടെ ബ്രാക്കറ്റിൽ അതിന്റെ വേറെ പേര് കോസ്റ്റിക് സോഡ എന്നും കൂടെ ഒന്ന് എഴുതിയേക്കണേ. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH നെ അവിടെ നമ്മൾ ഇത് എഴുതിയില്ലേ ബ്രാക്കറ്റിൽ, കോസ്റ്റിക് സോഡ എന്നും കൂടെ ഒന്ന് എഴുതിയേക്കണം. കോസ്റ്റിക് സോഡ എന്നുകൂടെ ഒന്ന് എഴുതിയേക്കണം. ഓക്കെ, അതിന്റെ ആ യൂസും കൂടെ ഒന്ന് എഴുതിയത്. യൂസ് ഞാൻ എഴുതിയോ എന്ന് എനിക്കറിയില്ല. എഴുതിയായിരുന്നോ? ഞാൻ ഇത് തന്നായിരുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓഫ് പേപ്പർ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ പ്യൂരിഫൈയിങ് ബോക്സൈറ്റ്. ഇത് എഴുതിയായിരുന്നോ? ഒന്ന് പറഞ്ഞേ ശ്രേയ.
Sodium hydroxide is used for degreasing metal used in manufacture of soap, detergent and paper. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, ആ യൂസിന്റെ അവിടെ ഈ 2-3 യൂസും കൂടെ എഴുതിയിടാം. അത് ഞാൻ യൂസ്ഡ് ഇൻ മേക്കിംഗ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് അത് എഴുതിയായിരുന്നു. അതേപോലെ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് അത് എഴുതിയായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് ആണ്, അല്ലെ അവസാനം എഴുതിയാലും മതി. നമ്മൾ അവിടെ എഴുതാത്തത് അവസാനം എഴുതിയാലും മതി. ഞാൻ അതെല്ലാം ഇവിടോട്ടൊന്ന് എഴുതിയേക്കാം. യൂസസ് ഓഫ് NaOH. ഒന്ന് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അടുത്തത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്. അടുത്തത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് പേപ്പർ. യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് പേപ്പർ. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്യൂരിഫൈങ് bauxite or from which aluminum metal is extracted. അതേപോലെ തന്നെ sodium hydroxide is used in degreasing metals, oil refining and making dyes and bleaches. അടുത്തത് യൂസസ് ഓഫ് ഇതും കൂടെ എഴുതിക്കോ, കോമൺ സോൾട്ട് ഒന്നും കൂടെ എഴുതിക്കോ. യൂസസ് ഓഫ് കോമൺ സോൾട്ട് ഒന്നും കൂടെ എഴുതിക്കോ. സോൾട്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് പ്രിസർവേറ്റീവ്. രണ്ടാമത്തേത് സോപ്പ്, NaCl നമ്മൾ സോപ്പിന്റെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് സോപ്പ്. മാനുഫാക്ചർ ഓഫ് സോപ്പ്. അതേപോലെ തന്നെ it is used to melt ice which collects on road during winter in cold countries. അതായത് ഈ നിങ്ങൾ കണ്ടില്ലേ, കാനഡ പോലുള്ള രാജ്യങ്ങളിലെ റോഡിലൊക്കെ മഞ്ഞായിരിക്കും. അപ്പൊ ആ മഞ്ഞിന്റെ മണ്ടയ്ക്ക് അവർ എന്ത് ചെയ്യുന്ന അറിയാമോ, കുറച്ച് ഉപ്പ് വാരിയിടുമ്പോൾ അതെല്ലാം ഉരുകും. അപ്പം അത് നമുക്ക് എന്താ കോമൺ സോൾട്ട് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഐസ് എല്ലാം ഉരുകിയിട്ട് വണ്ടി പോകാൻ പാകത്തിന് റോഡ് റെഡിയാവും. ഓക്കെ, അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇവിടെ കൊണ്ട് ഈ ചാപ്റ്റർ തീരുകയാണ്.